കുറച്ച് സമയം നമുക്കത് തുറന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ താഴോട്ട് ഇറങ്ങാം. സുബഹി നിസ്കരിച്ചോ? നമ്മളൊക്കെ കേട്ടില്ല. നിസ്കരിച്ചോ? ആന്നാ അതല്ല ആന്നോ? നമസ്കരിച്ചവരുണ്ടാവും അല്ലേ? നിസ്കരിക്കാത്തവരുണ്ടാവില്ലല്ലോ. ഇല്ല. അപ്പോൾ ഈ സുബഹി വെറുതെ നമുക്ക് ഇപ്പോൾ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് നമസ്കാരം, എന്തിന് നമസ്കാരം എന്ന് ചോദിച്ച സമയത്ത് ഒരു കുട്ടി എന്നോട് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഉമ്മ ചോദിക്കും നിസ്കരിച്ചോന്ന്, ഉപ്പ ചോദിക്കും നിസ്കരിച്ചോന്ന്. അപ്പോൾ ആ എന്ന് പറയാനാണ് ഞാൻ നിസ്കരിക്കുന്നത്. ചോദ്യം ഉത്തരവും മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്തിനാ നിസ്കരിക്കുന്നത് ചോദിച്ച സമയത്ത് കുട്ടി പറഞ്ഞ മറുപടി എന്താണ്? ഉമ്മ ചോദിക്കും നിസ്കരിച്ചോന്ന്, ഉപ്പ ചോദിക്കും നിസ്കരിച്ചോന്ന്. അപ്പോൾ ആ എന്ന് പറയാനാണ് ഞാൻ നിസ്കരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ച ഒരു ആരാധനാകർമ്മല്ലേ നിസ്കാരം എന്ന് പറയുന്നത്? ആണോ? അല്ലേ? ആണ്. ആദ്യം നിങ്ങൾ നിർവഹിച്ചത് നോമ്പാണോ? അതല്ല വേറെന്തെങ്കിലും ആരാധനാകർമ്മമാണോ? അതല്ല നിസ്കാരമാണോ? പറഞ്ഞോളേ, ഒന്നും കൂടി ഉറക്കെ പറയും. ഒരു പിന്നെന്താ പറയുക, വിദ്യാർത്ഥികളുടെ വയസ്സായ എൻ്റെ സംസാരത്തിലല്ല, വിദ്യാർത്ഥികളുടെ കോളിൽ നിന്നിട്ട് പറയും, നിസ്കാരമാണോ നോമ്പാണോ ആദ്യം പഠിച്ചത്? ഈസാനൊക്കെ പറയുന്നുണ്ട് ഏതാണ്? നിസ്കാരമാണെന്ന് പറയുന്നുണ്ട്. ശരി. ഇപ്പം ഇത്ര കൊല്ലമായിട്ട് ഒരു 10 or 15 വയസ്സ് നിങ്ങൾക്കായിട്ട് എന്തായാലും ഒരു 5-6 കൊല്ലക്കായില്ലേ നിസ്കാരം തുടങ്ങിയിട്ട്? ഉണ്ടോ ഇല്ലേ? ആണോ അല്ലേ? ഇപ്പം എൻ്റെ ശരീരം, ഇപ്പം എൻ്റെ ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, എന്താണ് നിസ്കാരം എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാം? എന്താ നിസ്കാരം ചോദിച്ചാൽ എന്താ പറയാ? ആർക്കാ പറയാൻ പറ്റുക? എന്താ നിസ്കാരം ചോദിച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? അല്ലാഹു, നമ്മുടെ അടുത്തുള്ള ഉത്തരം അതൊക്കെയാണ്. അല്ലാഹു നിർബന്ധമായിട്ടും നിർവഹിക്കാനായിട്ട് പറഞ്ഞ ഒരു ആരാധനാകർമ്മമാണ് നിസ്കാരം. കഴിഞ്ഞോ? പക്ഷെ എന്താണ് നിസ്കാരം എന്ന് ചോദിച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് എന്താണ് വെള്ളം ചോദിച്ചാൽ നിങ്ങൾ H2O എന്ന് പറയൂ. അതോടൊപ്പം തന്നെ ആ വെള്ളത്തിൻ്റെ മെച്ചം എന്താണ്, വെള്ളം കുടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, വെള്ളം എവിടുന്നാണ് ഉണ്ടാകുന്നത്, വെള്ളം ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഉണ്ടെങ്കിൽ അധികമായ ശരീരത്തിലുള്ള പ്രശ്നം എന്താണ്, എന്താണ് ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല്ലേ? അൻസഫ് പറഞ്ഞ് പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം കൂടി എൻ്റെ മക്കളോട് ചോദിക്കട്ടെ, എന്താണ് നിസ്കാരം? ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്തുണ്ടോ? എന്താണ് നിസ്കാരം ചോദിച്ചാൽ അവിടെയാണൊരു പ്രശ്നം. പ്രിയപ്പെട്ട മക്കളെ, എന്നെ നിങ്ങൾക്ക് കാണാം, എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി നിൽക്കുന്നുണ്ട്. ഒരു നോട്ടത്തിന് കാരണം എന്താണെന്നറിയോ? ഏത് നാട്ടുകാരാണ്, എവിടെ ഉള്ളവരാണെന്ന് മറ്റ് ഹൈസക്കുകളെ അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാനെങ്ങാനും പേര് വിളിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ശരി. ആ നോക്കുന്ന സമയത്ത് ഈ കാണുന്ന ഈ മുഖം, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ മുടിയില്ലാത്ത മുടി കുറഞ്ഞ തല, ഇതൊക്കെ ഇങ്ങനെ കാണുക എന്നതിൽ അപ്പുറം ഇതാണോ ഞാൻ? ആണോ? അല്ലല്ലോ. ഇതിനേക്കാൾ അപ്പുറം നിങ്ങൾ എന്നെ കാണാത്തൊരു ഞാനില്ലേ? ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? എന്നെ കാണാത്തൊരു ഞാനില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ആളുകളെ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഹനയെ നോക്കുന്ന സമയത്ത് ഹനയെ കാണുമ്പോൾ ഹന എന്താന്നുള്ളത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ശരിയല്ലേ? എന്നാൽ ഞാൻ കാണാത്തൊരു ഹനല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഞാൻ കാണാത്തൊരു അമൻ ഫൗസ് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവരുടെ അതിനിപ്പോൾ നമ്മളെന്താ പറയുക? അതിന് നമ്മൾ കാര്യമായിട്ട് എന്താ പറയുക? ഞാൻ കാണാത്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ ഹൃദയം, പിന്നെ അതുപോലെ പിന്നെന്തൊക്കെയാ?
ഹൃദയമുണ്ട്, അതുപോലെ മനസ്സുണ്ട്, അല്ലേ, മസ്തിഷ്കമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ സാധനം കാണുന്നതാണോ കൂടുതൽ, കാണാത്തതാണോ കൂടുതലുള്ളത്? കാണാത്തത്. അപ്പം എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ എന്താണ് നിസ്കാരം? നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പണി ചെയ്യാം. ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് നമുക്ക് ചായ കുടിച്ചാലോ? ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഇവിടേക്ക് എത്തും. അങ്ങനെ ആക്കിയാലോ? അല്ലേ? ഓക്കെ, ആ സമയത്ത് നമുക്ക് നിർത്താം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. എന്താണ് നിസ്കാരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഓൾ ബോഡി മൂവ്മെൻ്റ് ആണ് നിസ്കാരം എന്ന് നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ബോഡിയാണെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പണ്ടിരിക്കുന്ന ആളുകൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പള്ളിയിൽ ഒരു കസാര കാണൂലായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പള്ളിയിൽ ഒരു കസാര കാണൂല. ഇന്ന് പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പ്രിയപ്പെട്ട മക്കളെ, കസാരകൾ നമ്മൾ എന്ത് ചെയ്യണം? തികയാതിരിക്കുമ്പോൾ ഖതീബ് പറയണം, ഒരു കസാര കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയണം. അത്രയും ആളുകൾ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നുണ്ട്? അപ്പോൾ ഒരു ശരീരത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നതിൽ നിന്ന് മാറിയിട്ട്, ശരീരത്തിൻ്റെ ഒരു കേവലം ഒരു മൂവ്മെൻറ്റ് എന്നതിൽ നിന്ന് മാറിയിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരൊക്കെ, ഞാൻ ക്ലാസ് ഇങ്ങനെ തുടരാം. നിങ്ങൾക്ക് ചായ കുടിക്കുന്ന സമയത്ത് കേൾക്കുന്നത് കൊണ്ടും എന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ടും വിരോധമൊന്നുമില്ലല്ലോ, അല്ലേ? നമ്മുടെ സദസ്സ് പിന്നെന്ത് ചെയ്യേണ്ടതില്ല, ഒരു അസ്വസ്ഥമാകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തുടരാം. ഇനി ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പേര് വിളിക്കുകയും ചെയ്യാം, ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ നോക്ക്, ഒരു ശരീരത്തിൻ്റെ കേവലം ഒരു ചലനം മാത്രമല്ല നിസ്കാരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം, മക്കളെ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പം നിസ്കരിച്ചു എന്ന് പറഞ്ഞു. ആ നിസ്കാരത്തിൽ സത്യത്തിൽ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണോ ഉള്ളത്? അതല്ല, നമ്മുടെ ഹൃദയ സാന്നിധ്യമുണ്ടോ? ചോദ്യം മനസ്സിലായോ? ഹൃദയ സാന്നിധ്യമുണ്ടോ? ഉണ്ടോ? സത്യം പറയും, ഉണ്ടായിട്ടുണ്ടോ? നിസ്കരിച്ചപ്പോൾ പ്രവാചക അള്ളാഹു ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്, അഖിമിസ്സലാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, ലി ദിക്രി, എന്നെ ഓർക്കാൻ. പടച്ചോൻ എങ്ങനെ ഓർക്കേണ്ടത് നിസ്കാരത്തിൽ? പടച്ചോൻ എങ്ങനെ നോക്കേണ്ടത് നമ്മൾ നിസ്കാരത്തിൽ? കൃത്യമായി ഓർക്കുക എന്ന് പറയുന്നത്, ഒന്ന്, എൻ്റെ അള്ളാഹു എന്ന ബോധം നമ്മെ സജീവമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പം നിങ്ങൾ ആലോചിച്ചോക്ക്, അള്ളാഹു അക്ബർ എന്ന് പറയുന്നു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കേൾക്കാത്തതുകൊണ്ടല്ലേ. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്നത് ആരെയാണ്? നമ്മളെ പടച്ചോനെയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിൽ അഴുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ കഴുകുന്നു, മുഖം കഴുകുന്നു, കാലുകൾ കഴുകുന്നു, തല തടവുന്നു, ചെവി തടവുന്നു. ഇതിന് നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് പറയും? വുളു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഹൃദയവിശുദ്ധിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും. ആ പ്രാർത്ഥന എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, ഒരു പ്രാർത്ഥനയും. നമ്മളിതിങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നതിൽ നിന്ന് മാറിയിട്ട് ശരിക്കും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനസ്സറിഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ച്, എടാ എനിക്കൊരു പ്രശ്നേ, ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ഞാൻ നിർത്തും, അതിൻ്റെ നാട്ടുകാരനായാലും. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമാണത്. അത് ഖുതുബ പറയുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇഷ്ടം കൊണ്ടാട്ടോ. ഒന്ന്, നമ്മൾ ആ ഒരു കൃത്യസമയത്ത് നമ്മൾ ഒളു എടുത്തു, മനസ്സിനെ ശുദ്ധിയാക്കി, വിശുദ്ധമാക്കി, എന്നിട്ട് കിബിലക്ക്, ലോകത്തല്ലാൻ ആരാധിക്കാനായിട്ട് ആദ്യമായി നിർമ്മിച്ച കഅബാലയത്തിനു നേരെ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും
അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച കഅബാലയത്തിനു നേരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തിരിഞ്ഞു നിന്നിട്ട് വേറെ ഓൻ്റെ മുമ്പിൽ നമ്മൾ ആദ്യം കേട്ടുന്ന തക്ബീറിന് എന്താ പറയാ? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയൂല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയും. ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്നൊരു സമയത്ത് ഒരു മനുഷ്യൻ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അതുവരെ ഹലാലായ പല വിഷയവും അയാൾക്ക് പിന്നെ പറ്റൂല. പറ്റുമോ? ഇപ്പോൾ ഒരു തുണി, ഒരു മുണ്ടെടുത്തു, അതുപോലെ തന്നെ ഒരു ഷോളും ഇട്ടിട്ട് ഒരു ആണായ മനുഷ്യൻ ഇഹ്റാമിൽ പ്രവേശിച്ച് എന്തിനു പോവാണ്? ഉംറക്ക് പോവാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അതുവരെ ചെയ്യാൻ പറ്റുന്ന പല വിഷയങ്ങളും അള്ളാഹു അവിടെ എന്ത് ചെയ്യാണ്? ആ ഉംറ കഴിയുന്നത് വരെ പടച്ചവൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആ നിയന്ത്രണം എന്തിനാ? പൂർണ്ണമായിട്ടും പടച്ചവന് കീഴ്പ്പെട്ടവൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആണല്ലോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കി. അള്ളാഹു പ്രിയപ്പെട്ട മക്കളെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മളല്ല, പിന്നെ മാറണം നമ്മൾ. ആ മാറ്റം എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? ആ മാറ്റമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഏത് രീതിയിലാന്ന് വെച്ചാൽ മനസ്സാന്നിധ്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സാന്നിധ്യം ഉണ്ടാകണം. ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു അങ്ങനെ പോകേണ്ട സാധനമല്ല. ഉള്ളിൽ നിന്നിട്ട് എൻ്റെ റബ്ബിനെ ഞാൻ ഓർക്കുക. ആ തക്ബീർ ചൊല്ലുമ്പോൾ, ഓരോ വാക്ക് ചൊല്ലുമ്പോൾ അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വസ്ഥത ഉണ്ടാവില്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ടുള്ളൊരു ചലനമാണോ നിസ്കാരം? ഒന്നാമത് നമ്മൾ എത്തിയ പോയിന്റ് എന്താ? ശരീരം കൊണ്ട് മാത്രമുള്ളൊരു ചലനമാണോ നിസ്കാരം? അല്ല. അവിടെ എന്തൊക്കെ വേണം? പറയ്. മനസ്സാന്നിധ്യം വേണം. എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി നമുക്കറിയണം. അതോടൊപ്പം നമ്മൾ എന്ത് വേണം? ഹൃദയത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള സാന്നിധ്യം വേണം. അങ്ങനെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിൽ റബ്ബിനോട് പറയുന്ന ഓരോ കാര്യവും, പ്രിയപ്പെട്ട മക്കളെ, എന്താ ഞാൻ പറയുന്നത് എന്നത് കൃത്യമായി ബോധ്യമുണ്ടെങ്കിലോ? അങ്ങനെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, എന്തിനാണ് നിസ്കാരം? എന്തിനാണ് നിസ്കാരം? അപ്പം എന്തിനാ നിസ്കാരം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചായ കൊടുക്കൽ ഏകദേശമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത്, സത്യം പറയട്ടെ, നിങ്ങളുടെ പ്രായം ഈ ഒരു സമയം ഞാൻ പ്രതീക്ഷിച്ച ചായയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആകെ അസ്വസ്ഥമായി ഡിസോർഡർ ആകും. അപ്പോൾ അതുകൊണ്ടൊരു 2 മിനിറ്റൊക്കെ 10 മിനിറ്റൊക്കെ ഞാൻ നിർത്തി വെക്കേണ്ടി വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അൽഹംദുലില്ലാ, ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ അതിൽ നിന്ന് നമ്മളിന്ന് സമയത്ത് തുടങ്ങാമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്താക്കിയിട്ടുണ്ട്? ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല മക്കൾ അള്ളാഹു ആ അർത്ഥത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ. അപ്പം എൻ്റെ മക്കളെ, ഞാൻ വേറെ ഒരു ജില്ലയിൽ പോയി പറഞ്ഞ പോലെയല്ല എൻ്റെ മക്കളെയെന്ന് ഞാൻ ഇവിടെ വിളിക്കണത്. എൻ്റെ സ്വന്തം ജില്ലയായതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ നിസ്കാരം? അപ്പം നമ്മൾ ഇനി നിസ്കരിക്കാൻ പോകുന്ന നിസ്കാരം ഏതാ? ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് ശരിക്കാലോചിച്ച് നോക്കുക. സുബഹി നിസ്കരിക്കുന്ന മനസ്സാണോ ളുഹർ നിസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുക? എന്താ വ്യത്യാസം? സുബഹി നിസ്കരിക്കുന്ന സമയത്തുള്ള മനസ്സാണോ ളുഹർ നിസ്കരിക്കുമ്പോൾ ഉള്ളത്? സുബഹിക്ക് ഇപ്പോൾ വയനാട്ടിലെ തണുപ്പ് 12 ഡിഗ്രി 11 ഡിഗ്രിയിലൊക്കെ നമ്മളിങ്ങനെ നീറ്റു, ചൂടുകളൊക്കെ ഉപയോഗിച്ചു. ഇപ്പം എൻ്റെ മക്കളെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം തായമ്മം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അങ്ങനെ ചോദിച്ച ആൾക്കാർ കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ തായമ്മ എന്തിനാന്ന് പഠിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ ആ രാവിലെയൊക്കെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിയുന്ന സമയത്ത് പിന്നെ നമുക്കിപ്പോൾ സ്കൂളില്ല, ചിലപ്പോൾ മദ്രസ ഇല്ല, അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആവും. ഇന്ന് പൈസക്കിന് പോകണോ, ഇങ്ങനെയൊക്കെ ഒരു മൈൻഡാവും. പക്ഷെ ളുഹറിലെത്തുമ്പോൾ നമ്മുടെ മനസ്സെന്താ? നിങ്ങൾ സ്കൂളിലാന്ന് വിചാരിച്ചോളൂ, നമ്മുടെ ക്യാമ്പസിലാന്ന് വിചാരിച്ചോളൂ. ളുഹറിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? ചങ്കുകളെ കണ്ടു, പിന്നെ ആരെ കണ്ടു? കുറേ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടു. കുട്ടികളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ?
നമ്മൾ അടുത്ത സുഹൃത്തുക്കളെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ? അല്ലേ? സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിൽ നമ്മൾ അവരെയൊക്കെ കണ്ടിട്ട് സുബഹിക്ക് നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന് നമ്മളൊരു മാർക്ക് ഇടുകയാണെങ്കിൽ 10-ൽ എത്ര മാർക്ക് ഇടാം? പടച്ചോൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അപ്പോൾ പടച്ചോന് നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് പടച്ചോൻ നമുക്ക് എത്ര മാർക്കൊക്കെ നൽകാൻ സാധ്യതയുണ്ട്? ഒരു 5 മാർക്ക് അല്ലെങ്കിൽ എബോവ് 5 ഉണ്ടാവുമോ? മനസ്സിൽ മലിനൊന്നുമില്ലാതെ ദേഷ്യം, വെറുപ്പ്, അതൊന്നുമില്ലാത്തൊരു സംശുദ്ധ, ചിലപ്പം തണുപ്പത്ത് വിളിച്ച ഉമ്മാനോട് ദേഷ്യം തോന്നലുണ്ട? അങ്ങനെ. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു മനസ്സൊക്കെ കഴിക്കുമ്പോൾ പഠിച്ചോ നമുക്ക് എത്ര മാർക്ക് ഇടാൻ സാധ്യതയുണ്ട്? കുറയോ കൂടുമോ? ളുഹറിനാണോ കൂടുക, സുബഹിക്കാണോ മാർക്ക് കൂടുക? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. സുബഹിക്ക് കൂടും, ളുഹറിന് കുറയും. ഈ കുറയുള്ള കാരണം എന്താ? അടുത്ത പീരീഡ് ആരാടി? അയാൾ വന്നിട്ടുണ്ടോ? പടച്ച റബ്ബേ, തുടങ്ങി. അപ്പോഴേക്ക് നമ്മുടെ കൂട്ടുകാരന്മാർക്കിടയിലുള്ള സംസാരങ്ങൾ, വേണ്ടാത്ത നേരത്തെ പ്രിയപ്പെട്ട സാജിദ് സംസാരിച്ച സംസാരങ്ങളിൽ നിന്ന മേഖലകൾ ഒക്കെ നമ്മുടെ മനസ്സിങ്ങനെ ആകെ അങ്ങനെ ചിതറി അസ്വസ്ഥമായി. ശരിയോ തെറ്റോ? ശരിയല്ലേ? എന്നെ കാണുന്ന ഞാനല്ല, കാണാത്ത ഞാനുണ്ട് ഉള്ളിൽ. ആ ഉള്ളിലേക്ക് നോക്കുന്ന റബ്ബുണ്ട് മക്കളെ. ആ റബ്ബ് കൃത്യമായി നമ്മളങ്ങനെ ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഹൃദയത്തിനുള്ളിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും പകയും വേണ്ടാത്ത അതിർവരമ്പുകളൊക്കെ ഇങ്ങനെ ലംഘിച്ച് നിൽക്കുക. അത് നിൽക്കുമ്പോൾ പടച്ചോന് അവിടെ നമ്മളോട് പടച്ചോൻ പറയാ, ഒന്ന് റീഫ്രഷ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ നിസ്കാരത്തെ നോക്കി നോക്ക്. ഒന്ന് റീഫ്രഷ് ചെയ്യണം. പോകുന്നു, കൈകാലുകളൊക്കെ വെള്ളത്തിൽ കഴുകുന്നു. വെള്ളത്തിൽ കൈകാലുകൾ കഴുകുന്ന സമയത്ത് നമ്മൾ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, പ്രത്യേകിച്ച് മുഖത്ത്, കൈകളിൽ വരുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന, ബോഡിയിൽ വരുന്ന ചേഞ്ചസുകൾ എന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാതെ. കൂടുതൽ ആലസ്യത്തിൽ നിന്ന് മാറിയിട്ട് ഉന്മേഷത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ശരിയോ തെറ്റോ? യാന്ത്രികമായാലും ഉണ്ടാവില്ല. വെറുതെ പോയിട്ട് ഇങ്ങനെ ഒന്നെടുത്തിട്ട് വന്നാൽ ഉണ്ടാവില്ല. എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്. ഇപ്പം ഞാൻ എന്തായിട്ടുണ്ട്, സുബഹി കഴിഞ്ഞൊരു 4 മണിക്കൂർ കഴിഞ്ഞു, ഞാനാകെ അന്തരീക്ഷം ചൂടുകൂടി, എൻ്റെ മനസ്സിലും കുറച്ച് തെറ്റുകളൊക്കെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ഞാൻ എന്നെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. അതിൻ്റെ ഉമ്മനെ കുറിച്ചുണ്ട്, എൻ്റെ കൂട്ടുകാരെ കുറിച്ചുണ്ട്, സഹോദരങ്ങളെ കുറിച്ചുണ്ട്, അയൽപക്കമുണ്ട്. ആ സമയത്ത് പടച്ചോൻ പറയാണ്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ റബ്ബ് നമ്മളോട് പറയാ, ശാന്തമായിരിക്ക്, ആ കഅബാലയത്തിന് നേരെ നീ തിരിഞ്ഞു നിൽക്ക്. എന്നിട്ട് പറ, എന്തു പറയണം? ഇന്ന സ്വലാത്ത് എന്തേന്നു, വജ്ജഹ്തു വജ്ഹിയ എന്നുണ്ട്. ഇന്ന സ്വലാത്തി, അടുത്ത വാക്കെന്താ? വനുസുക്കി വമഹിയ, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ എല്ലാ പ്രവർത്തനവും റബ്ബേ നിന്റെ തൃപ്തിക്ക എന്ന് പറഞ്ഞ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉണ്ടാവൂല്ലേ? ഉണ്ടാവൂല്ലേ? ഉണ്ടാവും. പക്ഷെ നമ്മൾ ശരിക്കും പഠിക്കുമോ നോക്ക്. ഇപ്പോൾ ഞാൻ 3 വാക്കുകൾ പറയാം. പീസ്, പീസ് പറഞ്ഞാൽ സമാധാനം. പ്ലഷർ, എന്താ പ്ലഷർ? ആനന്ദം, ഹാപ്പിനെസ്, സന്തോഷം. ഇപ്പം നിസ്കാരമൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ലൈവ് റീകാസ്റ്റിൽ ഈ സാധനമൊക്കെ പോകുമ്പോൾ ലിബറൽ ചിന്തയുള്ള ആളുകളൊക്കെ പറയും, പൊട്ടന്മാർ നിസ്കരിക്കണേ പോലും, എന്തിനാ ഇപ്പം നിസ്കരിക്കണേ? അതുകൊണ്ട് ഇത് കാര്യ ഓ വലിയ പിന്നെന്താണ് ദീനിയ, നിസ്കാരം കൊണ്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓല അങ്ങനെ ചിന്തിക്കും. അവർ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, തുടക്കവും ഒടുക്കവും ഒറ്റ സംഭവം ഉണ്ടാവുള്ളൂ. എപ്പോഴും എന്ത് കിട്ടണം? പ്ലഷർ കിട്ടണം. അതിലപ്പുറത്തേക്ക് വേണോ? വേണ്ട. എന്നാൽ തുടക്കം പ്ലഷറാണ്, ഒടുക്കും പ്ലഷറാണ്. അവൾക്ക് എപ്പോഴും പ്രഷർ മാത്രം കിട്ടിയാൽ മതി, വേറെ സാധനം വേണ്ട. ഇസ്ലാം പഠിപ്പിക്കണം എങ്ങനെ അറിയാം? ഒന്നാമതായി പഠിപ്പിക്കുന്നത് പീസ്. പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. ഒരു മനുഷ്യൻ
സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് തന്നെ സൃഷ്ടിച്ച, തൻ്റെ ഹൃദയമറിയുന്ന, ഹൃദയത്തിലുള്ള പ്രശ്നങ്ങൾ അറിയുന്ന, ഹൃദയത്തിൽ പ്രതീക്ഷകൾ അറിയുന്ന, അവൻ്റെ പ്രതിസന്ധികൾ അറിയുന്ന, അവനും അവൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന ചില സംഭാഷണത്തിന് സമയം നീക്കി വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലേ? പറയുങ്ങൾ റബ്ബിനോട് കൈ ഉയർത്തി പറയണ സമയത്ത്. ഇന്ന് മുട്ടിൽ പള്ളിയിൽ നിന്ന് സുബഹിക്ക് ഞാൻ കൈ ഉയർത്തിയ സമയത്ത്, പടച്ചോനെ റബ്ബേ, കുറച്ച് കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കും നാഥ, ആ മക്കൾക്കത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ, എൻ്റെയും അവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അവിടെ നിൽക്കാൻ നിർത്തുന്ന വലിയൊരു കോൺഫിഡൻസ് അതാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതേ രീതിയിൽ അപ്പം നമുക്ക് എപ്പോഴും സമാധാനം കിട്ടണം, അതോടൊപ്പം ഹാപ്പിനെസ് ഉണ്ടാകണം. ഹാപ്പിനെസ് എപ്പോഴാണെന്നറിയാം? റീസെൻ്റ്ലി നമുക്ക് പ്രഷർ കിട്ടുന്ന ഒരാൾക്ക് ഒരു പുക വലിക്കുന്ന സമയത്തോ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന സമയത്തോ പ്രഷർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ അയാൾക്ക് ദുഃഖം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക? പറയും, സങ്കടമല്ലേ ഉണ്ടാകുക? വലിച്ചിങ്ങനെ പുക വലിച്ചു വിടുന്ന ഒരു മനുഷ്യൻ, ആ വലിച്ചതിനെ കുറിച്ച് അയാൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് എത്ര പൈസയും ചിലവാക്കി. മനസ്സറിഞ്ഞ ഒരാൾക്ക്, ഞാൻ പുക വലിക്കുന്ന മനുഷ്യന്മാർക്ക് കൈ കൊടുക്കാറില്ല, എത്ര അടുത്ത ബന്ധമാണെങ്കിൽ കൈ കൊടുക്കാറില്ല. കാരണം എന്താ അറിയോ? നമ്മുടെ കൈ പിന്നെ മറ്റൊരുത്തിന് കൊടുക്കാൻ കഴിയില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അറിയുന്നൊരു മനുഷ്യന്, ഞാൻ പുക വലിക്കുന്ന ഒരു മനുഷ്യന് ഞാൻ കൈ കൊടുക്കാറില്ല, ഞാൻ അവരോട് പറയലുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഒരു സാധനം അയാൾക്ക് ആ ഒരു ഫീൽ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോഴുള്ളൊരു അവസ്ഥ എന്താ? സന്തോഷമാണോ? ഇല്ല. ഇസ്ലാം പഠിപ്പിക്കേണ്ട സന്തോഷം എന്താ അറിയോ? ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിച്ചില്ലേ? ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ കൃത്യസമയത്ത് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കെന്തുണ്ടാവും? ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞ എനിക്ക് ഉറപ്പായും ഇതിന് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നൊരു പ്രതീക്ഷയുണ്ടാവും, എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. പാസ്റ്റ് ഓക്കെയാണ്, ഫ്യൂച്ചർ കുഴപ്പമില്ല, അവൻ്റെ പ്രസൻറ്റ് കുഴപ്പമില്ല, ഫ്യൂച്ചർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അവന് സന്തോഷം ഉണ്ടാവും. എൻ്റെ റബ്ബ് ഇതിനെനിക്ക് പ്രതിഫലം നൽകും. ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യത്തെ അടക്കി പിടിച്ചു നിർത്താൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച്, നിസ്കാരം എന്തിനാന്നുള്ള ചോദ്യമല്ലേ? ഇന്നസ്വല, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മോശമായ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും പടച്ചോൻ നമ്മളെ തടഞ്ഞു നിർത്തും. പ്രിയപ്പെട്ട മക്കളെ, ളുഹറിന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ സുബഹിൻ്റെയും ളുഹറിൻ്റെയും ഇടയിൽ നമ്മുടെ മനസ്സിൽ കയറിയ മലീമസങ്ങളില്ലേ, തൊട്ടടുത്ത് ഉമ്മ അറിഞ്ഞാൽ പോലും പൊറുക്കാത്തത്, ഉപ്പ അറിഞ്ഞാൽ സഹിക്കാത്തത്, സഹോദരങ്ങൾ, നമ്മുടെ ഒപ്പിരിക്കുന്ന ആള് അത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഇവനൊക്കെ ഇതാ എന്ന് വിചാരിച്ച് നമുക്ക് വില നൽകാത്തത്. ഞാൻ മനസ്സിലായില്ല? ഞാൻ കാണുന്നത്, ഞാൻ ചാറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു പിതാവിനും മാതാവിനും സങ്കടം ഉണ്ടാകപ്പോഴറിയോ? സ്വന്തം മക്കൾ പലതും അവർക്ക് മുമ്പിൽ ഹൈഡ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ്. എനിക്ക് 4 മക്കളുണ്ട്. ഒരാൾ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നു എന്ന ഫീൽ ഉണ്ടായാൽ ആ ഫീല് സഹിക്കൂല പാപ്പാക്കും ഉമ്മാക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് തസ്നി, അപ്പം നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, കൃത്യമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, അറിയുന്ന സമയത്ത്, പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ സംഭവിച്ച സംഭവങ്ങൾ എൻ്റെ ഉപ്പ അറിഞ്ഞാൽ എൻ്റെ ഉപ്പക്ക് സഹിക്കൂല. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രിയ ആൺകുട്ടികളെ, നിങ്ങൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിതാവ് അറിഞ്ഞാൽ, മാതാവ് അറിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സഹിക്കില്ല. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നതിൽ പ്രശ്നവും പ്രയാസവും. ഇത് റബ്ബിനോട് പറയാ നമ്മൾ ഇരുന്നിട്ട്, എൻ്റെ റബ്ബേ, ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്തത് ഞാൻ ചിന്തിച്ചിരിക്കുന്നു, അറിയാൻ പറ്റാത്തത്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനത് ചെയ്തു പോയിട്ടുണ്ട് നാഥാ, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പടച്ചോനെ,
നീ അത് പൊറുക്കണേ, ഇനി എൻ്റെ ജീവിതത്തിൽ പടച്ചവൻ എങ്ങനെ ഉണ്ടാവില്ല. എന്തൊരു ചിന്തയാണത്. സമാധാനം ഉണ്ടാവുമോ? സ്വസ്ഥത ഉണ്ടാവുമോ? പറയും. ഈ 4 മണിക്കൂർ, സുബഹി കഴിഞ്ഞ് ളുഹർ വരെയുള്ള ഒരു 4-4.5 മണിക്കൂർ, ആ സമയത്ത് സംഭവിച്ച സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്യാണ്, വേരോടെ കട്ട് ചെയ്യാണ്. അപ്പം അടുത്തത് ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ എന്തു വരും? അസർ വരും. അപ്പൊ ളുഹർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? സുബഹി മുതൽ ളുഹർ വരെയുള്ള പാപങ്ങൾ എന്ത് ചെയ്യണം? പരിഹരിക്കണം. ക്ലിയർ? എന്നാൽ അടുത്ത ഭാഗോ സുബഹി എന്ന് അപ്പോൾ അടുത്ത പ്രശ്നം എന്താണ്? അസർ വരെയുള്ള പ്രിപ്പറേഷനുമാണ്. അങ്ങനെ പറഞ്ഞ മക്കളെ, ഒന്ന് ഇവാലുവേഷനാണ്. ഏതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഏതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഏതിനെ? സുബഹി മുതൽ ളുഹർ വരെയുള്ള അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന എന്നെ, അല്ലെങ്കിൽ അഫി എന്ന് പറയുന്ന എന്നെ, അല്ലേ, അതല്ലെങ്കിൽ ഐമൻ എന്ന് പറയുന്ന എന്നെ ആ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ. ശരിയാണോ? ഞാൻ അങ്ങനെ പോയത് ശരിയാണോ? എനിക്കിങ്ങനെയൊക്കെ ചെയ്തെന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ നന്ദി കേട് കാണിച്ചിട്ടുണ്ടോ? ഞാൻ കറക്റ്റ് ചെയ്യണോ? ചെയ്യാൻ. അടുത്തത് പ്രിപ്പറേഷനാണ്. ശരി, കുറച്ച് സമയം എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഇനിയത് പറ്റൂല, ഞാൻ മുമ്പിലേക്ക് നീങ്ങട്ടെ എന്ന നമ്മുടെ പ്രിപ്പറേഷനാണ്. അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ നമുക്ക് മെച്ചം ഉണ്ടാവുമോ? അതല്ലെങ്കിൽ സങ്കടം ഉണ്ടാവുമോ? നിങ്ങൾ പറയും. സന്തോഷം ഉണ്ടാവുമോ? സന്തോഷം ഉണ്ടാവില്ലേ? തർക്കമില്ലല്ലോ, ഒരു തർക്കമില്ല. പക്ഷെ നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, അത് വെറും കേവലം ഒരു യാന്ത്രികമായിട്ടല്ലേ പോകുന്നത്. നിങ്ങൾ നോക്ക്, നിസ്കാരവുമായി ബന്ധപ്പെടുന്നിടത്ത് ഇപ്പോൾ ഒരു സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട്. ഏതാ സൂറത്ത്? ഏത് സൂറത്താണ് ഓതുന്നത്? നിർബന്ധമായി ഓതണം. അത് ഓതിയിട്ടില്ലെങ്കിൽ റക്കാത്തിനെ പരിഗണിക്കില്ല. ഏതാണത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട്? 7 ആയത്തുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ. ശരി, ഈ 7 ആയത്തുള്ള സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, റബ്ബുമായുള്ള ഒരു സംസാരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. പടച്ചവനുമായുള്ള ഒരു സംസാരമാണെന്ത് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. ശരി, ആ ഫാത്തിഹ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഓതിയിട്ടുണ്ടോ? സംഭാഷണം, സംസാരം എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ഇപ്പം ഞാനും പിന്നെ സിതാരയും തമ്മിൽ സംഭാഷണമാണെന്ന് പറഞ്ഞാൽ, ഞാൻ സിതാരനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചോൾ എന്ത് ചെയ്യണം? മറുപടി പറയണ്ടേ? വേണം. അപ്പം റബ്ബുമായുള്ള എൻ്റെ സംസാരമാണെന്ന് പറയുമ്പോൾ 45 വർഷം ഞാൻ ജീവിച്ചു. അതിൽ ഒരു 10 കൊല്ലമൊക്കെ കൃത്യമായി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ കൃത്യമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഈ 7 ആയത്ത് ഞാൻ പറയണ സമയത്ത് എൻ്റെ റബ്ബ് തിരിച്ചു പറയുന്ന മറുപടി ഇതുണ്ട് എന്ന് നമുക്ക് ഈ ഇരിക്കുന്ന നമുക്ക് എത്ര ആളുകൾക്ക് അറിയാം? വാട്സപ്പ് അറിയാം, ഇൻസ്റ്റ അറിയാം, FB അറിയാം, സ്നാപ്ചാറ്റ് അറിയാം. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാന്നുള്ളത് എനിക്കറിയില്ല, അത്ര നിങ്ങൾക്ക് അറിയാം. പക്ഷേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ വാക്ക് നോക്ക് നിങ്ങൾ. ലോകരക്ഷിതാവായ പടച്ചവനാണ് സർവസ്തുതിയും. അബ്ദുൽ ജലീലായ ഞാൻ ളുഹറിന് അള്ളാന്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ കൈകെട്ടി നിന്നിട്ട് പറയാണ്, ലോകരക്ഷിതാവായ പടച്ചോന സർവസ്തുതിയും. പിന്നെ എന്നോടൊരാൾ ചോദിക്കുക, എന്താ എൻ്റെ വിശേഷം എന്ന് ചോദിച്ചാൽ ഞാൻ ഒപ്പിച്ച് പോണ്, ഒരു സമാധാനം ഇല്ലാന്ന് പറയില്ല. പ്രശ്നങ്ങളുണ്ടോ? ദുന്യാവ ചൂടുള്ളതുപോലെ ഞാനത് ഉൾക്കൊള്ളുന്നു. പ്രയാസങ്ങളുണ്ടോ? അതെ, ഞാൻ ഉൾക്കൊള്ളുന്നു. എൻ്റെ മനസ്സിൽ
സമാധാനമില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ മന്ത്രിക്കില്ല. അത്ര സംതൃപ്തവാനാ റബ്ബേ ഞാൻ എന്ന് പറയുമ്പോൾ റബ്ബ് തിരിച്ചു പറയണ മറുപടി എന്താ പറയുക മക്കളെ? എന്താ പറയാ? എന്താ പടച്ചോൻ പറയുന്ന മറുപടി? സൗണ്ട് കുറവുണ്ടോ? എന്താ പടച്ചോൻ പറയണ മറുപടി? മലയാളത്തിൽ പറഞ്ഞോളൂ. എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. ഓക്കെ, അൽഹംദുലില്ലാ. ഹമദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു അത് ആ മറുപടി ആവുമോ? അപ്പം ഇത് ഇങ്ങനെ ചൊല്ലണമെങ്കിൽ എന്ത് വേണം? എന്തിൻ്റെയൊക്കെ സാന്നിധ്യം വേണം? നമ്മുടെ ഫുൾ ബോഡി മൂവ്മെൻറ്റ് മാത്രമായാൽ മതിയോ? നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം മതിയോ? നമ്മളിത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ആ നെഞ്ചത്ത് കൈകെട്ടി നിൽക്കുന്ന സമയത്തില്ലേ, എന്തുകൊണ്ടാ നെഞ്ചത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞത്? ഹൃദയത്തിൻ്റെ മിടിപ്പറയണം. ആ സ്പന്ദനം നിന്നാ നമ്മൾ ഇല്ല. ആ സമയത്ത് പടച്ചവനോട് പറയാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാ സർവസ്തുതിയും, അർ റഹ്മാൻ അർ റഹീം, ഓൻ പരമകാരുണ്യകനാ കരുണാനിധിയാ. അത് പറയുന്ന സമയത്ത് പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ? അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. നോക്ക്, പടച്ചോൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ മാറിയിരുന്നിട്ട് സ്വസ്ഥമായി ഇരുന്നിട്ട് ആ റബ്ബിനോട് മനസ്സ് തുറന്ന്, റബ്ബേ നീ എനിക്കിത് നൽകിയില്ലേ, നാഥാ നീ എനിക്കിത് കനിഞ്ഞേകിയില്ലേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനേ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് എൻ്റെ ചെറിയ മോളെ കൈ പിടിച്ചുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ എനിക്കറിയാം. അടുത്ത കാലത്ത് ബാപ്പ മരിച്ചുപോയ കുട്ടിയാണ്. ഞാൻ അറിയാതെ എൻ്റെ മോളെ കൈ വിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് വിട്ട് അറിയോ? എൻ്റെ മകൾക്ക് ബാപ്പ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുമോക്ക് ആ ഫീലില്ലല്ലോ എന്ന എൻ്റെ തോന്നലിൽ ഞാൻ എൻ്റെ മോളെ കൈവിട്ടു. എന്നിട്ട് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ശരി, നമുക്ക് അങ്ങനത് പറയുന്ന സമയത്ത് ബാപ്പാര് മരിച്ചുപോയ കുട്ടികൾ നമുക്കിടയിലിരിക്കില്ലേ? 45 വയസ്സുകാരനായ എനിക്ക് ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ പിതാവിനിൽ നിന്ന് വിട പറഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാതെ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഫാത്തിഹയും ആ അള്ളാഹിനോട് അടുത്ത് പറയുന്ന നമ്മുടെ മനസ്സുമായുള്ള പടച്ചവൻ അറിയുന്ന മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കുമ്പോൾ എത്രമാത്രം ഒരു ആനന്ദം നമുക്കുണ്ടാവും മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനോട് പറയാണ്, അരിഹ്നായ ബിലാൽ, ബിലാലേ നീ ആ നിസ്കാരത്തിൻ്റെ സമയമല്ലേ അതൊന്ന് പെട്ടെന്ന് അറിയിച്ചുതാ. ആ നിസ്കാരത്തിൻ്റെ സമയം നീ ഒന്ന് പെട്ടെന്ന് അറിയിച്ചതാ. അതറിയിച്ച് തന്നാലുണ്ടല്ലോ എന്താണെന്നറിയോ, എനിക്കെൻ്റെ റബ്ബിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സഹാബത്തിനൊക്കെ നിസ്കാരം എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഓല് നിസ്കരിക്കുന്ന സമയത്ത് പുറത്തെന്ത് നടന്നാലും ഓല അറിയില്ല. നമ്മളോ പുറത്തെന്ത് നടന്നാലും അറിയും. അതുകൊണ്ടല്ലേ നിസ്കാരം കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയാം, അല്ലാ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല, അത് ചെയ്തിട്ടില്ല, ഇത് നമുക്കിങ്ങനെ ഓർമ്മ വരും. നമ്മുടെ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടോ നമ്മുടെ നമസ്കാരം കേവലമായിരിക്കും. പരലോകത്തെത്തിയിട്ട് അള്ളാഹു ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മം നിസ്കാരം. പക്ഷെ ആ നിസ്കാരത്തെക്കുറിച്ച് തന്നെ പടച്ചോൻ പറഞ്ഞ അടുത്ത വാക്ക് ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. എന്താ പ്രത്യേകത? ഓലെ പ്രശ്നം എന്താ? അല്ലദീനഹും എന്തേന്നു അവിടെ സാഹൂൻ, ഓല് ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കുന്നവരല്ല. ഇപ്പം നമ്മൾ നിസ്കരിക്കണ പോലെ നിസ്കരിക്കണത് കൃത്യമായിട്ട് എന്തെങ്കിലും ഹൃദയ സാന്നിധ്യം ഇല്ല. അതില്ലാത്തത് ആളുകൾക്ക് നാശം. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനിത് ക്ലാസ് എടുക്കുമ്പോഴുള്ള മെച്ചം എന്താ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കേൾക്കുന്ന സമയത്തുള്ള മെച്ചം എന്താണെന്നറിയോ?
മറ്റുള്ള ആളുകളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കൈ ഉയർത്തുമ്പോഴും പറയുമ്പോഴും നമുക്ക് പടച്ചോനെ ഞാനല്ലേ കേട്ടത് ഹൈസക്കിൽ, ഇന്നലെ വരെ ഞാൻ ചെയ്ത ആളാകാൻ പാടില്ലല്ലോ. ഞാൻ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതകൾ എൻ്റെ റബ്ബിനോട് പറയണ്ടേ? വേണ്ടതും വേണ്ടാത്തതുമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മത്സരത്തിൻ്റെ ലോകത്ത് ഞാൻ പഠിക്കുന്നത് അല്ലേ? ഇന്ന് അറിവുകളുടെ ആധിക്യമാണ് ഇന്നത്തെ പ്രശ്നം. അതിലെനിക്ക് എന്നോട് നീതി പുലർത്തി, എൻ്റെ മനസ്സിൽ കുറ്റബോധമില്ലാതെ എൻ്റെ ഉപ്പാനോട് ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല, എൻ്റെ ഉമ്മാനോട് ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല, നാട്ടുകാരുടെ മുമ്പിലും അകത്തും പുറത്തും ഞാൻ ഒരേ മാതിരിയാണ് എന്ന് പറഞ്ഞ് കുറ്റബോധമില്ലാതെ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തണം. അതിനുള്ളൊരു ടൂളാണ് നിസ്കാരം. എൻ്റെ ഉപ്പക്കുള്ളൊരു, എൻ്റെ ഉമ്മക്കുള്ളൊരു, എൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള, സമൂഹത്തിനുള്ള കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു അംഗീകാരമാണ് നിസ്കാരം. അങ്ങനെ എൻ്റെ മക്കൾ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ എന്തു പറയുന്നു എന്നത് മനസ്സറിഞ്ഞ് പഠിക്കണം. പണ്ടൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഏത് പുസ്തകത്തിലുള്ളത് വെച്ചാൽ പുസ്തകം വാങ്ങാൻ ഒരു പക്ഷേ യുവതയിലേക്ക് പോകണം, അതല്ലെങ്കിൽ ആ പുസ്തകം സംഘടിപ്പിക്കണം. ഇന്ന് വിരൽത്തുമ്പിലുണ്ട്, ആ സാധനങ്ങൾ നമുക്ക് ലഭിക്കും. അറിയാത്ത ഭാഷ അറബിയാണെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, പ്രശ്നമില്ല. സിമ്പിൾ ട്രാൻസ്ലേഷൻ ആക്കാം, ഏത് മോഡിലേക്കും നമുക്ക് മാറ്റാം, നമുക്കത് കേൾക്കാം. പക്ഷെ അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പം അങ്ങനെ നമ്മൾ ഫാത്തിഹയിൽ ഓരോന്നും പറഞ്ഞിട്ട് തിരിച്ച് പടച്ചോൻ മറുപടികൾ ഒന്നൊന്നായി പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവസാനം പറയാം വലല്ലാലീൻ, പടച്ചോനെ വഴിപിഴച്ച ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ആക്കരുതേ, കോപത്തിനിരയായ ആളുകളുടെ ആക്കരുതേ എന്ന് നമ്മൾ മനസാന്നിധ്യത്തോടു കൂടി പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കോപത്തിനിരയായൊരു പ്രവർത്തനം ഉണ്ടാകരുത്, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ കോപത്തിനുണ്ടാവും. മനസ്സിലായി? ആലോചിക്ക്, എൻ്റെ റബ്ബിനുണ്ടാകരുത്. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചാൽ പ്രശ്നം എന്താ? എൻ്റെ റബ്ബ് ഞാൻ ആ വഴിപിഴച്ച കൂട്ടത്തിലാകും. അതോടൊപ്പം ഒരു മനുഷ്യന് പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റും. എന്നാൽ അറിയാതെ ഒരാൾ പറയാണ് മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അത് അംഗീകരിക്കുന്നില്ലേ? ഉണ്ട്. എന്നാൽ ബദരീങ്ങളെ കാക്കണേ എന്ന് മനുഷ്യന്മാർ യഥേഷ്ടം പറയുന്നില്ലേ? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ബദരീങ്ങളെ സൃഷ്ടിച്ച റബ്ബിനോടല്ലേ? അപ്പം അവിടെ റബ്ബിന് മാത്രം നൽകേണ്ട, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ മരിച്ചവർക്കും ജീവിച്ചവർക്കും നല്ല മനുഷ്യന്മാർക്കും നമ്മൾ വീതിച്ച് നൽകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേര് ശിർക്ക് എന്നല്ലേ? ജീവിതത്തിൽ ആ ശിർക്ക് വന്നാൽ ചെയ്ത കർമ്മങ്ങളൊക്കെ നിഷ്ഫലാകൂലേ? ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചരട് കെട്ടി, അല്ലെങ്കിൽ എൻ്റെ ഊരയിലൊരു ചരട് കെട്ടി, ഈ ചരട് എൻ്റെ പേടി മാറ്റും, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ 10-40 ദിവസത്തെ നോമ്പ് നിസ്കാരം നിഷ്ഫലാവും, ഒന്നും ഉണ്ടാവില്ല. ഹദ്ദഭാഗ്യരുടെ കൂട്ടത്തിലാകും. അങ്ങനെ മരിച്ചാൽ പോലും സ്വർഗത്തിൽ പോലും ഉണ്ടാവില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നില്ലേ? നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നില്ലേ? ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രിച്ചൂതി കെട്ടിടുന്നൊരു സാധനമാണുള്ളത് എങ്കിലോ ആ സാധനത്തിലാണ് നമ്മുടെ തവക്കുൽ പോകുന്നത് എങ്കിൽ, പ്രിയ മക്കളെ, നമ്മളെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾ ആലോചിച്ച്, ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹിൻ്റെ കിതാബിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലും റസൂലിൻ്റെ വീട്ടിൽ ഏതെങ്കിലും മന്ത്രിച്ചൂതി കെട്ടിയ ഏടുകളും മന്ത്രങ്ങളും എന്തുണ്ടായിരുന്നത്? അന്ന് ഏതൊക്കെ സഹാബികളാണ് ഏലസുകളും മന്ത്രങ്ങളും ഊത്തുകളൊക്കെ കൊടുത്തിരുന്നത്? ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. ഇന്ന് നമ്മുടെ കുടുംബത്തിലല്ലേ ഊതി കൊടുക്കുന്ന ആളുകൾ? ഉണ്ടേ. നമ്മുടെ കുടുംബത്തിലില്ലേ? ഉണ്ട്. നമ്മുടെ എൻ്റെ കുടുംബത്തിലുണ്ടാവില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ഈ വേണ്ട പണികളൊക്കെ എടുക്കാൻ കിലോമീറ്ററുകൾ വെച്ച് ഓൺലൈനിലും ഓഫ്ലൈനിലും ആളുകൾ യഥേഷ്ടം വിതരണം ചെയ്യുന്നുണ്ട്. മതത്തെ ഉപജീവനമാക്കുകയാണ്. ഈ സമയത്താ നമ്മൾ ഒരു ഇടതടവില്ലാതെ നമ്മളെ റബ്ബിനോട് മനസ്സ് തുറന്ന് നിനക്ക് പറയാം. അതിൽ വേറെ ആരും വേണ്ട. അത്ര കാരുണ്യവാനാ റബ്ബ്. ആ റബ്ബിനോട് പറയ്. അത് നിർബന്ധമായും ഒരു ദിവസം 17 തവണ നിന്റെ നാവ് കൊണ്ട് നീ ഉച്ചരിക്കേണ്ട ഒന്നാ സൂറത്തുൽ ഫാത്തിഹ. അത് നിന്റെ മനസ്സാന്നിധ്യം കൊണ്ടും ഹൃദയ സാന്നിധ്യം കൊണ്ടും നീ നിർവഹിക്കണം. കള്ള് നിരോധിച്ചത് നിങ്ങൾക്കറിയില്ലേ? ഇസ്ലാമിൽ കള്ള് നിരോധിച്ചത് ആദ്യം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള് ഹറാമാന്നാ പറഞ്ഞത്.
എന്താ പറഞ്ഞ്? ഖുർആനിൽ 3 സ്റ്റെപ്പുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? കള്ളിൽ നന്മയില്ല, അഥവാ ലഹരിയിൽ നന്മയില്ല, ദ്രോഹമാണുള്ളത്. ശരി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞറിയോ? നിങ്ങളെ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ലാന്ന്. സഹാബത്തിനോട് അള്ളാഹ് ഖുർആനിൽ നമ്മൾ ഓതുന്ന ആയത്താണ്. നിങ്ങൾ കള്ള് കുടിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്? നിസ്കരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്ന് വരെയുള്ള സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? കള്ള് കുടിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താ പറയണത്? നിങ്ങൾ കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ, ലഹരിയിൽ നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. മനസ്സിലായില്ല? നിങ്ങൾ ലഹരിയിൽ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ അതിൻ്റെ പ്രശ്നം എന്താണ്? നിങ്ങളെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അത് തിരിച്ചു വായിച്ചു നോക്ക്. നമ്മളെപ്പം നിസ്കരിക്കുന്ന സമയത്തും, കള്ള് കുടിക്കാതെ നിസ്കരിക്കുന്ന സമയത്തും, ഏത് സമയത്തും എപ്പോഴും നമുക്കെന്തുണ്ടാകണം? നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. റബ്ബ് ഹൃദയത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് പദവിയും സ്ഥാനവും ഉയരണം. ഇതിന് പറ്റുന്ന ഒന്നായിരിക്കണം നിസ്കാരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ തല താഴ്ത്തി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പം എൻ്റെ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകള് പഠിക്കുന്ന സമയത്ത് കലാലയത്തിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് എന്നെ വിളിക്കുക. നിങ്ങളിങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളല്ലേ, നിങ്ങളെ മോനെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരാളെ മുമ്പിൽ പോയിട്ട് തലതാത്തി നിൽക്കേണ്ട ഒരു അവസരമല്ലേ? ആണോ അല്ലേ? ആണ്. എനിക്കത് സഹിക്കുമോ? അല്പം മാർക്ക് കുറഞ്ഞാലും സ്വഭാവ ദൂഷ്യത്തിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളെ മക്കളെ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ ബാപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ മറ്റൊരുത്തൻ്റെ മുമ്പിൽ നിൽക്കുക പറഞ്ഞാൽ സഹിക്കുമോ? ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. 2, നമ്മൾ ആലോചിച്ച് ദിവസവും നമ്മൾ നമ്മുടെ 7 അവയവങ്ങൾ നിലത്ത് വെച്ചിട്ട് സുജൂദിൽ പോകുന്നുണ്ട് അല്ലേ? സുജൂദിൽ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 7 അവയവങ്ങൾ നിലത്ത് വെക്കുക. ഏതൊക്കെയാ? നെറ്റിയും മൂക്കും 1, പിന്നെ 2 കൈ പത്തി. അപ്പം എത്രണ്ണായി? 3 എണ്ണമായി. 2 മുട്ട് എത്രണ്ണായി? 2 മുട്ട്. 2 കാൽപാദം എണ്ണയില്ലേ? ഇത് വെച്ചിട്ട് കിബിലക്ക് അഭിമുഖമായിട്ട് റബ്ബിനോട് പറഞ്ഞ വാക്കെന്താ? എന്താ പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അഅല. സുബ്ഹാൻ, എത്ര പരിശുദ്ധനാണ് എൻ്റെ റബ്ബ്, എത്ര അത്യുന്നതാണ് എൻ്റെ റബ്ബ്. ഞാൻ ആരുമല്ല, ഞാൻ വിനീത വിനയനാണ്. പടച്ചോനെ, എൻ്റെ ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. സ്വർഗം കിട്ടാൻ എന്താണ് മാർഗമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണം എന്നാണ്. സുജൂദിൻ്റെ സമയം കൂട്ടണം, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം. നമ്മുടെ ദുഃഖവും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കണം. മനസ്സ് റിലാക്സ് ആവുമോ? ആകൂലേ? ആകും. പ്രശ്നങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അറിയാത്തൊരു നെടുവീർപ്പുണ്ടാവും. ഇത് നിത്യവും നമ്മൾ ചെയ്യുന്നത് എന്താ? നമുക്കത് ആസ്വദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ ശരീരം അവിടെ ഉണ്ട്, എന്തില്ല? ഹൃദയം അവിടെ ഇല്ല, ശരീരം അവിടെ ഉണ്ട്. അത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. അപ്പം അവിടെ നമ്മുടെ ഹൃദയവും ശരീരവും ഉണ്ടെങ്കിലുള്ള മെച്ചെന്താ?
നമുക്ക് കൂടുതൽ ഭംഗിയായി നമ്മുടെ നമസ്കാര കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു തർക്കവുമില്ല, അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന. ഇനി നിസ്കാരത്തിൽ തീരെ സമയം വേണ്ടാത്തൊരു സാധനം ഏതാ? നിസ്കാരത്തിൽ തീരെ സമയം വേണ്ടാത്ത രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. അപ്പം നമ്മളെന്താ പറയുക? രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ഇന്ന് ഞാൻ ഒരു പേപ്പറിൽ എൻ്റെ മക്കൾക്ക് നൽകുകയാണ്. നിങ്ങൾക്കിപ്പോൾ നൽകുകയാണെന്ന് വിചാരിച്ചോളി. നമ്മൾ പറയുന്നത് ഒന്ന്, റബ്ബി ഗഫിർലി, അല്ലേ? പടച്ചോനെ റബ്ബേ എൻ്റെ പാപം പൊറുക്കണേ. രണ്ടാമത്തത് വർഹംനി, നാഥ എന്നോട് നീ കരുണ കാണിക്കണമേ. വജ്ബുർനി, എൻ്റെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകും, എൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിക്കണേ പടച്ചോനെ. വർഫഅനി, നാഥ എൻ്റെ സ്ഥാനം നിൻ്റെ അടുത്ത് ഉയരണേ. വർസുഖ്നി, പടച്ചോനെ എനിക്ക് റിസ്ക് അന്നം നൽകണേ. വഹ്ദിനി, നാഥ എനിക്ക് നീ സന്മാർഗം പ്രദാനം ചെയ്യണമേ. വആഫിനി, ആരോഗ്യം നൽകണമേ. ഇത് നമ്മളെങ്ങനെ പറയാ? റബ്ബി ഗഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വആഫിനി, അല്ലാഹു അക്ബർ, കഴിഞ്ഞു. നമുക്കതുണ്ടോ? ഇത് നിങ്ങൾ ഇന്ന് സുബഹിസ്കരിച്ചോ ചോദിച്ചപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കതൊന്ന് നിങ്ങളെ സ്കാൻ ചെയ്യുമ്പോൾ, നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുമ്പോൾ ഒന്നാമത്തെ വാക്ക് പടച്ചോനെ പാപം പൊറുക്കണേ. ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടില്ലേ? ഉണ്ടല്ലേ? ആരോ മുഖത്ത് സുബഹിക്ക് ഉമ്മ വിളിക്കുന്ന സമയത്ത് ഉമ്മയോടുള്ള പ്രതികരണം വരെ പാപമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്ക്, നാഥാ പൊറുക്കണേ, എൻ്റെ മനസ്സിൽ അറിയാതെ വന്നുപോയി, ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്യൂല, നാഥ പൊറുക്കണേ. സമയം വേണോ വേണ്ടേ? വേണം. അതെ. അടുത്ത് നിങ്ങൾക്ക്, ഞാൻ അറിഞ്ഞും അറിയാതെയൊക്കെ ന്യൂനതകൾ എൻ്റെ ജീവിതത്തിൽ പടച്ചോനെ കുറേ വരുന്നുണ്ട്. അറിഞ്ഞു വരുന്നുണ്ട്, അറിയാതെ വരുന്നുണ്ട്. പാപങ്ങൾ ഉണ്ടാകുമ്പോൾ പടച്ചോനെ എനിക്കിന് പരിഹാരം വേണം നാഥ എന്നും മനസ്സ് തുറന്ന് പടച്ചോനെ എൻ്റെ പാപങ്ങൾ, ന്യൂനതകൾ, എനിക്ക് പരിഹാരം വേണേ എന്ന് മനസ്സ് തുറന്ന് നമ്മൾ പറയുമ്പോൾ സമയമെടുക്കണോ വേണ്ടേ? നമുക്ക് സ്വസ്ഥത ഉണ്ടാകുമല്ലേ? നിസ്കാരം ആനന്ദാകുമല്ലേ? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തിനാ നിസ്കരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ചോദിക്കും നിസ്കരിച്ചോന്ന്, ഉപ്പ ചോദിക്കും നിസ്കരിച്ചോന്ന്. എന്ന് പറയാനാ ഞാൻ നിസ്കരിക്കുന്നത് എന്നത് വരുമോ? ഇല്ല. അടുത്തത്, പടച്ചോനെ എൻ്റെ സ്ഥാനപ്പം നിൻ്റെ അടുത്ത് ഉള്ളതുണ്ടല്ലോ, അതിൽ നിന്ന് നാഥ എന്നെ നീ ഉയർത്തണേ. എനിക്ക് സ്വർഗത്തിലെത്തണം, ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് അവിടെ എത്തണം നാഥ. ഇപ്പം നീ എന്നെ എത്ര തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ ഉപരി നീ തൃപ്തിപ്പെടണം. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞുള്ള ആ ഇഷ്ടം ഇങ്ങനെ കൂടുമ്പോഴാണ്, ഓർക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് തമ്മിൽ ഇഷ്ടം എന്ത് ചെയ്യണം? ഇഷ്ടം കൂടണം, അല്ലെങ്കിൽ കഷ്ടാവും. അവർ തമ്മിലുള്ള അടുപ്പം കൂടണം. ആരോഗ്യം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലും അവർ തമ്മിലുള്ള ഇഷ്ടം കൂടണം. അതേ രീതിയിൽ നമ്മുടെ വയസ്സിങ്ങനെ കൂടുമ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തുകൾ നമ്മുടെ നേരിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. മൂത്രസഞ്ചിയിൽ മൂത്രം മുറ്റി വീഴുന്ന ഒച്ച കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഹൃദയത്തിൻ്റെ മിടിപ്പ് കേട്ടിട്ടില്ലേ? കൈവച്ചാൽ അറിയാം. മൂത്രസഞ്ചിയിൽ മൂത്രം ഉറ്റി വീഴുന്ന ഒച്ച കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ കുടിച്ച വെള്ളല്ലേ ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ വഴി പടച്ചവൻ അത് അരിക്കുന്നുണ്ട്. അരിച്ചിട്ട് നമ്മുടെ ഈ മൂത്രസഞ്ചിയിൽ വീഴുന്നുണ്ടത്. ഒരു 300-350 ml ആകുമ്പോൾ പറയും, എഴുന്നേക്കടാ പോ നിസ്കരിക്ക്. എമ്മാര് സെൻസസാ, എമ്മാര് മെക്കാനിസാ.
അതൊന്ന് തടസ്സപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. വയനാട്ടിൽ ആരോഗ്യ മേഖലയിൽ കുറേ പ്രതിബന്ധങ്ങളുള്ള ഈ ജില്ലയാണല്ലോ നമുക്ക്. ആർക്കും, നമ്മളെ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനൊന്നും നാടിനും നാട്ടുകാർക്കൊന്നും തിരിയാത്തൊരു സാധനമാണ് നമ്മുടെ യാത്രാ ഗതാഗതം എന്ന് പറയുന്നത്. പലർക്കും വോട്ടും നോട്ടിനും വേണ്ടിയിട്ട് നിലനിൽക്കുന്നത് എങ്കിൽ പച്ചയായ മനുഷ്യന്മാർ കുറേ പ്രതിബന്ധങ്ങളായിട്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് കോഴിക്കോട്ടേക്ക് പോകുന്നത് ഒരു മൂത്രതടസ്സം നേരിട്ടാല. കൽപ്പറ്റയിൽ മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ജീവിതത്തിൽ ഇത്ര മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, എരഞ്ഞിപ്പാലത്ത് മലബാറിൽ എത്തിയതിൻ്റെ സമയത്താണ് എനിക്കൊരു ആശ്വാസമായത് എന്ന്. അള്ളാൻ്റെ കാരുണ്യങ്ങളെന്ന് ആലോചിച്ചു. ഒരു മിനിറ്റിൽ എത്ര ശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ 17, 18, 19 തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട് ഒരു മിനിറ്റിൽ. ശരി, ആ ശ്വാസം എടുക്കുന്ന സമയത്ത് വ്യത്യസ്ത വാതകങ്ങളെ ശ്വസിച്ചിട്ട് ഓക്സിജനെ മാത്രം പിടിച്ചു നിർത്തിയിട്ട് തള്ളവിരൽ മുതൽ ചെറുവിരൽ മുതൽ തലച്ചോറ് വരെ ഓക്സിജൻ എത്തിക്കുന്നതിൽ ഈ ശ്വാസത്തിന് വലിയ ഘടകമല്ലേ? അല്ലാ ഓരോ ശ്വാസം കൂടും തോറും നമുക്ക് റഹ്മത്തുകൾ കൂട്ടിക്കൂട്ടി നൽകുകയാണ്. ഈ നൽകുന്ന റഹ്മത്തുകൾ അനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച്, നമ്മുടെ സ്ഥാനം ഉയരണം. ഭക്ഷണം പറഞ്ഞില്ലേ? വർസുക്കിനി എന്ന് പറഞ്ഞില്ലേ? ഗൾഫുകാരായ ഉപ്പമാരുള്ള കുട്ടികൾ ഒന്ന് കൈവക്കിക്കേ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഉപ്പമാരുണ്ടെങ്കിൽ വെറുതെ ഉണ്ട്. മക്കളെ, ഞാൻ കഴിഞ്ഞ ഓണ വെക്കേഷനിൽ UAE ഒരു 10 ദിവസം പോയ സമയത്ത് ഞാനത് എവിടെയോ എൻ്റെ സംസാരത്തിൽ ഒരു ഹൈസക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അപ്പം ഞാൻ അയാളെ പരിചയപ്പെട്ട്, നിങ്ങളെന്താ പുറത്തേക്കൊന്നും വരാത്തത്, പരിപാടിക്കൊന്നും വരാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മദനി എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ആളാണ്, നമുക്ക് ലീവ് കിട്ടിയിട്ട് ഈ നാട്ടിലേക്ക് പോകാതെ ഇവിടെ നിൽക്കേ, നമുക്ക് എന്താ ടിക്കറ്റ് ഇപ്പോൾ കിട്ടൂലേ? ആ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയങ്ങൾ, എൻ്റെ മക്കൾക്കൊക്കെ ഗൾഫ് എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫയും ഇവിടെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഓലെ മനസ്സിൽ ഗൾഫ് എന്ന് പറഞ്ഞാൽ. ഒരു AC പോലും ഇല്ലാത്ത മരുഭൂമിയിലാണ് ഞാൻ പണിയെടുക്കുന്നത്. എൻ്റെ കരുവാളിച്ച മുഖവുമായിട്ട് എൻ്റെ മകനും മകളും എൻ്റെ ഭാര്യയും എന്നെ കാണുമ്പോൾ ഓരോ മനസ്സിൽ വല്ലാത്തൊരു ഫീലുണ്ടാവും. ലീവ് എടുത്തിട്ട് ഒരാഴ്ച ഈ AC കൂട്ടിയിട്ട് എൻ്റെ ശരീരം സ്കിന്നൊക്കെ ഒന്ന് ശരിയാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടും കഷ്ടപ്പെടുന്ന, സ്വന്തം മക്കളുടെ കല്യാണം നടക്കുന്ന സമയത്ത് വരെ പണിക്ക് പോകുന്ന പ്രവാസികളായ നമ്മുടെ പാപ്പാരുണ്ട്. വെറുതെ ഇരുന്നിരുന്നെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. ആ വർസുക്കിനി എന്ന് പറയുന്ന അതിൽ പെടൂലേത്? ഞാൻ എൻ്റെ വരുമാനത്തിൽ ഇപ്പം എൻ്റെ മകനൊരു ഷൂ വാങ്ങിയാൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ഞാൻ കുടിക്കില്ല, എൻ്റെ ബാലൻസ് തെറ്റാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്. ബാപ്പയെ അടുത്തറിഞ്ഞിട്ടുണ്ടോ പ്രിയ മക്കളെ നിങ്ങൾ? നമ്മുടെ ദിവസവും കൃത്യമായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷിക്കുന്ന ഭക്ഷണം. മുട്ടിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കാതിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബീഫും പൊറാട്ടയും ഓർഡർ ചെയ്ത്, എന്നിട്ട് ആ മനുഷ്യൻ തട്ടുകടയിൽ നിന്ന് കഞ്ഞി കുടിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബീഫും പൊറാട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ട് നിങ്ങളെന്താ കഞ്ഞി കുടിക്കണമെന്ന് ചോദിച്ചു. അപ്പം അയാൾ എന്നോട് ചെവിയിൽ പറഞ്ഞ വാക്കെന്താ അറിയോ? മക്കൾ പറഞ്ഞാണ് ബീഫും പൊറാട്ടയും, ഞാൻ കൂടി അത് കഴിച്ചാൽ ഇവിടെ കൊടുക്കാനുള്ള പൈസ എൻ്റെ അടുത്തില്ല സർ. ഓലെ ഇഷ്ടം നമ്മുടെ ഈ ശ്വാസം ഉള്ളിടത്താണല്ലേ. ഈ വർസുക്കിനി എന്ന് പറയുന്നതിൽ നമ്മുടെ ഏതൊക്കെ മേഖലകൾ വരുന്നുണ്ട്? തൊഴിലാളികൾ വരുന്നില്ലേ? കഷ്ടപ്പെടുന്ന മനുഷ്യർ വരുന്നില്ലേ? നമ്മുടെ റബ്ബിനോട് നമ്മളിങ്ങനെ തുറന്നു പറയുന്നില്ലേ മക്കളെ? പറയുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമുണ്ടല്ലോ. എന്തിനാ നമ്മളത് കളയുന്നത്? കഴിഞ്ഞില്ല.
വഹ്ദിനി, ഗൈഡൻസ് നൽകണേ. +2 കഴിഞ്ഞ് ഇനി എന്താ പഠിക്കേണ്ടി നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇന്നത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല, നമ്മുടെ മുമ്പിൽ ഓപ്ഷനില്ല. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കോഴ്സ് പറയും, അതിൽ പോയി ചാടും, നമ്മുടെ ജീവിതം ഒന്നും അല്ലാതാവും ചെയ്യും. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ, സമൂഹത്തെ കാണുമ്പോൾ, ഇടപെടുമ്പോൾ അവിടെ എനിക്ക് കൃത്യമായ ഗൈഡൻസ് ലഭിക്കണം. എന്താ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ആകെ പറഞ്ഞൊരു വാക്കേ ഉള്ളൂ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചോനെ റബ്ബേ എനിക്ക് എന്ത് ചെയ്യണേ? ഗൈഡൻസ് നൽകണമേ, എൻ്റെ ജീവിതത്തിൽ തെറ്റാത്ത ഗൈഡൻസ് എനിക്ക് നൽകണമേ എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അങ്ങനെയെങ്കിൽ ആ നിസ്കാരം എത്ര ഉണ്ടാവും? ആഫിനി, ആരോഗ്യം ഉണ്ടാകണേ. ആരോഗ്യം നിങ്ങൾക്കൊക്കെ അറിയാം. MSM പ്രായത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പിത്താശയത്തിൽ കല്ല് വർദ്ധിച്ചിട്ട് വേദനകൾ തിന്ന് ജീവിക്കുന്ന ഒരു UP ഹൈസ്കൂൾ വിദ്യാർത്ഥി നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന സദസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ആ വേദന കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരോഗ്യം അള്ളാഹുവിന് ഷിഫ നൽകുമാറാകട്ടെ. ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം വലിയ. ഈ പറഞ്ഞ 7 എണ്ണത്തിൽ എന്താ നിങ്ങൾക്ക് വേറെ എന്താ നിങ്ങൾക്ക് പഠിച്ചോണ്ട് പ്രാർത്ഥിക്കാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഞാൻ പറയാം, നിങ്ങളോട് ഒരാവശ്യം എഴുതി വെക്കിന്ന് പറഞ്ഞു, എഴുതി വെക്കുന്നതുകൊണ്ട് ആ ആവശ്യങ്ങൾ ഈ 7 ഹെഡിങ്ങിൽ പെടാത്ത ഒരാവശ്യങ്ങൾ പറയും. ജോലി വന്നില്ലേ? റിസ്കിൽ വന്നില്ലേ? വന്നോ? വന്നു. പടച്ചോൻ്റെ അടുത്ത് നിങ്ങൾക്ക് തള സ്വർഗം കിട്ടണം, വന്നില്ലേ? കുടുംബം, ബാപ്പ, ഉമ്മ ഒക്കെ വന്നില്ലേ? തെറ്റുകൾ വരാൻ പാടില്ല. ശരിയാണ്, എനിക്ക് കൃത്യമായ ഓരോ സ്ഥലത്തുള്ള ഗൈഡൻസ് ഉണ്ടാകണം. ആ വാക്കിലെല്ലാം വന്നില്ലേ? എൻ്റെ ആരോഗ്യം. ഇത് പറയാൻ ഞാനും നിങ്ങളും സമയം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ, മലയാളത്തിൽ ഖുത്ബ പറയുന്നവരല്ലേ നമ്മൾ, മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്നവരല്ലേ നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റേണ്ടതില്ലേ? അതെ, ഞാൻ എൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അള്ളാഹ് നമ്മോട് എന്താണ് നിർദ്ദേശിച്ച ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ, അതിൻ്റെ മെച്ചം എന്താ? അതിൻ്റെ മെച്ചം എന്താ? ഇപ്പോൾ സക്കാത്തൊരു മനുഷ്യൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ, പാവപ്പെട്ട ഒരുത്തിൻ്റെ പ്രയാസം മാറും. 100 രൂപ ഓന് കിട്ടിയാൽ 2.5 രൂപ 50 പൈസ മറ്റൊരുത്തിന് മാറ്റി വെച്ചാൽ ഓന് ഹലാലാകും. അതല്ല, 100 റുപ്യ കിട്ടിയിട്ട് 2.5 രൂപ 50 പൈസ മറ്റൊരുത്തൻ്റെ അവകാശമോ നീക്കി വെക്കുന്നില്ല. ഓൻ പടച്ചോനോട് കയ്യുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പടച്ചോൻ കേൾക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും സക്കാത്ത് കൊടുക്കാനായില്ല എന്ന്. ഉണ്ട്, ആയിട്ടുണ്ട്. അടിസ്ഥാന ആവശ്യം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണ പൈസ പോലും ഒന്നില്ല, ഒരു വർഷത്തെ സക്കാത്തിൻ്റെ പൈസ വരില്ല. ഓക്കെ, അതിൽ മെച്ചമുണ്ട്. അങ്ങനെ ഓരോ അനുഷ്ഠാനം. നമസ്കാരത്തിൻ്റെ മെച്ചം എന്താ? ഒരേ ഒരു മെച്ചേ ഉള്ളൂ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മോശമായ ഇതിനെയും തടഞ്ഞ് ഒരു ശുദ്ധിയോട് കൂടിയിട്ട് സ്വർഗത്തിൽ പോകാൻ യോഗ്യനായ ഒരുത്തനായി നമ്മളെ വളർത്തുന്നു. അതിന് നമ്മുടെ നമസ്കാരം എന്താകരുത്? എന്താകാൻ പാടില്ല? കേവലം ഒരു ഇത് മാത്രമാകാൻ പാടില്ല. ഏത്? കാലുകൊണ്ടും കൈകൊണ്ടും നിർവഹിക്കുന്ന ഒരു കർമ്മം മാത്രമാകാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് ഈ നിസ്കാരത്തിലൊരു ആനന്ദം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിസിഷൻ എന്താ? അന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ ഹൈസെക്കിൽ പോയിട്ട്, എനിക്ക് തോന്നുന്നു കുറേ ഹൈസെക്കിൽ സംസാരിച്ച ഒരാളാണ് ഇപ്പം തന്നെ ഈ ഒരു വർഷത്തിൽ ഞാൻ. ഇനി ഇൻഷാ അല്ലാഹ് 3-ാം തീയതി ആലപ്പുഴയിലും 4-ാം തീയതി കൊല്ലത്തുണ്ട്. ഓരോ ഹൈസെക്ക് കഴിയുമ്പോഴും നമ്മുടെ PM-ൽ ഓരോ മെസ്സേജുകൾ കുട്ടികൾ വാട്സപ്പിൽ നിന്ന് കിട്ടിയിട്ട് മെസ്സേജ് അയക്കലുണ്ട്. പേര് വിളിച്ചിട്ടും, ജലീൽക്കാന്ന് വിളിച്ചിട്ടും, മദനിന്ന് വിളിച്ചിട്ടും, സേറെന്ന് വിളിച്ചിട്ടൊക്കെ. നിങ്ങൾ ആ പറഞ്ഞതിലില്ലേ 1 മണിക്കൂറോ 40 മിനിറ്റോ പറഞ്ഞില്ല, ഇതിന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടോ. പൂനൂരിലൊരു ഹൈസെക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഒരു കുട്ടിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: എൻ്റെ ഒപ്പം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ആ ഓട്ടോറിക്ഷ ഇങ്ങനെ എന്തിനാ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ വെറുതെ തള്ളി മുന്നോട്ടാക്കുന്നത്? ഓൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയായിട്ടല്ലല്ലോ എന്തിനാ തള്ളുന്നതെന്ന് ചോദിച്ചില്ലേ? ആ പൈസ എണ്ണ ലാഭിച്ചിട്ട് എൻ്റെ മക്കളെ പോറ്റണം എന്നുള്ളൊരു ബോധമാണ്.
ഞാൻ എൻ്റെ പനെ പല വിഷയങ്ങൾക്കും പറഞ്ഞു വല്ലാതെ നോവിപ്പിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മേൽ ഞാനത് പറയില്ല എന്നൊരാൺകുട്ടിയുടെ ഒരു വാക്ക്. ആലോചിച്ച് നോക്ക്, ഒരു ഹൈസക്ക് കഴിയുമ്പോൾ, ഇപ്പോൾ പൂനൂർ ഹൈസക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു വല്ലാത്ത സന്തോഷമാണത്. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ IGM മാത്രം നടത്തിയൊരു പരിപാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും സമാനമായ കുറച്ച് മെസ്സേജുകൾ. മതം എന്ന് പറഞ്ഞാൽ ഇത്ര കുടുസമായി, ഇത്ര എളുപ്പമായിരുന്നു മതമെങ്കിൽ ഈ മതം പാലിക്കുന്നതിൽ ഇനി ഞാനുണ്ടാവും. ഇതുവരെ എൻ്റെ ഉമ്മനോട് കുറേ അടി കൂടിയിട്ടുണ്ട് ഒരു മഫ്ത മര്യാദക്കിടുന്നതിന്. സർ, ഇനി മേലിൽ എൻ്റെ റബ്ബിൻ്റെ കോപം കിട്ടുന്നൊരു സാധനം ഞാൻ ചെയ്യൂല. എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ ഞാനത് പാലിക്കും. ആ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് റബ്ബിൻ്റെ കാരുണ്യം കിട്ടുന്ന ഒരു നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ഇനി നിങ്ങളുടെ തീരുമാനം എന്താണ് എൻ്റെ ചോദ്യം? ശരീരം കൊണ്ട് നിർവഹിക്കണോ അതല്ല ഹൃദയം കൊണ്ട് നിർവഹിക്കണോ? ഏതാ ഉത്തരം? ഹൃദയം കൊണ്ടാ? അപ്പം ശരീരം വേണ്ടേ? ശരീരം വേണ്ടേ? അപ്പം അങ്ങനെ പറഞ്ഞാലോ, ശരീരവും ഹൃദയവും പൂർണ്ണാർത്ഥത്തിലുള്ള മനസ്സാന്നിധ്യം കൊണ്ട് നിർവഹിക്കേണ്ട, ആസ്വദിക്കേണ്ട, ആനന്ദിക്കേണ്ട, എപ്പോഴും നിലനിർത്തേണ്ട ഒരു കർമ്മമാകണം നിസ്കാരം. അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സെൽഫ് റെഗുലേറ്റഡ് ആവും. എപ്പോഴും നമ്മൾ റെഗുലേറ്റഡ് ആവും. നമ്മൾ ആരും നിയന്ത്രിക്കേണ്ടി വരില്ല. എവിടെ പോയാലും പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റും. ആ സന്തോഷം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒന്നായിരിക്കും. സുംബ ഡാൻസ് കളിച്ചാലേ ആനന്ദമാണ് പോലും. ശരി, ആ ആനന്ദം കളിച്ചിട്ടിരിക്കണ സമയത്ത് ക്ഷീണമായിട്ടാണ് ഫീൽ ചെയ്യുക, ആണോ? കുറേ തുള്ളിക്കളിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്തത് ക്ഷീണമായിട്ടാണ് ഫീൽ ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഖലീൽ ഫാറൂഖ് എന്നോട് പറഞ്ഞു, കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഉറങ്ങണവരൊന്നുമില്ല, നിങ്ങളെ അവിടെ ഇരുന്നിട്ട് നിരീക്ഷിക്കുന്നുണ്ടേ. ലത്തീഫ് സാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഓരോട് പറയേണ്ട ഒരു മേഖല കൂടിയുണ്ട്. ആ മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറയാത്തൊരു സാധനം. ഇങ്ങനെ ആനന്ദിക്കേണ്ട നിസ്കാരം എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കരുത്. അതുകൂടി പറഞ്ഞാൽ അത് പൂർണ്ണമാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം ചെറിയ കാര്യം കിട്ടുന്ന സമയത്ത് ഒഴിവാക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ സൗകുമാര്യത എന്ന് പറയുന്നത്, ഒരു പെണ്ണെന്ന് പറയുന്നത് കെയർ സീക്കിങ് ആനിമലാ, ആണെന്ന് പറയുന്നത് റെസ്പെക്ട് സീക്കിങ് ആനിമലാ. ഒരു പെണ്ണിന് അവളുടെ പീരീഡ്സിൻ്റെ സമയത്ത് പടച്ചോൻ പറയാണ്, ആയിക്കോട്ടെടി ഈ നിസ്കരിക്കണ്ട, പൂർണ്ണമായും നീ റെസ്റ്റ് എടുത്തോ. അത് എത്ര കെയർ ഇസ്ലാം നൽകിയിട്ടുണ്ട്, എത്ര കെയർ ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഈ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ പുറത്ത് താമസിപ്പിച്ചിട്ട് സ്വന്തം വീട്ടിൽ പോലും താമസിക്കാതെ അവിടെ ദൈവ കോപം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വീടിന് പുറത്ത് ഷെഡ് കെട്ടി താമസിപ്പിക്കുന്നത് ഇന്നും നാം വയനാട്ടിൽ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും, മിക്ക സ്ഥലങ്ങളിലും ആചാരമായി കാണുന്നുണ്ട്. അവിടെ ഒരു ഈദ്ഗാഹ് ഉണ്ടെങ്കിൽ ഈദ്ഗാഹ് വെക്കാനുള്ള കാരണം എന്താ? ആ പെണ്ണ് എവിടെ വരട്ടെ? ഈദ്ഗാഹിൽ വരട്ടെ, സന്തോഷത്തിൽ പങ്കെടുക്കട്ടെ. നിസ്കാരത്തിന് മാറി നിന്നാൽ മതി. എത്ര പ്രായോഗികമായിട്ടാണ് നമ്മളെ മതം പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ സുജൂദ് കിടന്നിട്ട് റബ്ബിനോട് ആ 7 അവയവങ്ങളും വെച്ചിട്ട് റബ്ബിനോട് തുറന്ന് കരഞ്ഞുപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉമ്മക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി ഏതെങ്കിലും നാട്ടിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെക്കാളും എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ, ചെറുതൊന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോന്നിനും വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന് എന്തിൻ്റെയാണ്? പ്രഷറിൻ്റെ വഴിയാണ്. അപ്പപ്പ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നൈമിഷികമാണ്. മറ്റൊന്ന് കുറച്ച് ദൂരം പോകാണ്ടാവും,
പടച്ചോൻ പറയും നീ ഈ വഴിക്ക് പോകാവൂ, അവിടെ നിനക്ക് മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ മനസ്സംതൃപ്തിയുടെ മാർഗത്തിൽ നിർബന്ധമായും ഞാൻ ചലിച്ചിരിക്കും. ഈ ഹൈസക് ഈ റെയിൻബോ ഓഡിയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടി കൃത്യസമയത്ത് അച്ചടക്കത്തോടു കൂടി പങ്കെടുത്ത് ശ്രദ്ധയോടുകൂടി കേട്ട ഈ ഒരു സാധനം എൻ്റെ നമസ്കാരത്തിൽ നിർബന്ധമായിട്ടുണ്ടാവും. എൻ്റെ റബ്ബിനോട് ഞാൻ പറയൂ, അത് നിസ്കാരത്തെ ഞാനിങ്ങനെ ഒരു ഉത്സവമായിട്ട് ഏറ്റെടുക്കും, ആനന്ദമായിട്ട് ഏറ്റെടുക്കും. മുഖത്ത് പ്രകാശം ഉണ്ടാവും, തെളിച്ചുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറയാം. നോക്കൂ മക്കളെ, ഇപ്പം നമ്മൾ തൊട്ടടുത്ത ഷംസുൽ ഉലമയുടെ പള്ളിയിൽ നിന്ന് കേട്ട വാക്ക്, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, അല്ലേ? അവൻ പിന്നെയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്. എന്നിട്ട് നമ്മോട് പറയാണ്, നിങ്ങൾ എങ്ങോട്ട് വരണം? അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. നിങ്ങൾ ഹയ്യാലൽ സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരി. ഹയ്യാലൽ ഫലാ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമാണത്. ആ വിജയ നൗകയിലേക്ക് നിങ്ങൾ വരി. അള്ളേട്ട വലിയവന്, ഓനല്ലാതെ ആരാധ്യനില്ല. ഇത് ലോകത്തിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആ വിജയത്തെ നമ്മൾ തിരസ്കരിക്കണോ സ്വീകരിക്കണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത്, എത്ര സുഹൃത്തുക്കൾ, അടുത്ത ആത്മാർത്ഥമായ സുഹൃത്ത് എന്ന് പറയുന്നത് എങ്ങനെയുള്ള സുഹൃത്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ നിസ്കാരം വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തെറ്റിക്കുന്ന ആളല്ല, എന്നെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻ ചെയ്യുന്ന ആളാണ് എന്നതിലേക്ക് വരണം. അപ്പം അതിന് നമ്മുടെ നിസ്കാരം അങ്ങനെ ആകണം. നമ്മൾ സാധാരണഗതിയിൽ റിന്യൂവൽ ചെയ്യാറില്ലേ? എന്തൊക്കെയാണ് റിന്യൂവൽ ചെയ്യാറുള്ളത്? ആധാർ കാർഡ്, ഇപ്പം SIR അല്ലേ, ഒക്കെ റിന്യൂവൽ ചെയ്യാറുണ്ട്. ശരിക്കും റിന്യൂവൽ ചെയ്യേണ്ട ഒരു സാധനം എന്താ പറയുക? നമുക്ക് നമ്മുടെ വിശ്വാസമാണ്. നിങ്ങളെപ്പോഴാണ് വിശ്വാസം റിന്യൂവൽ ചെയ്യൽ? റിന്യൂവൽ ഓഫ് ഷഹാദ എപ്പോഴാണെന്നറിയോ? നേരത്തെ പറഞ്ഞ സുജൂദ് പോയി 7 ആവശ്യങ്ങൾ മനസ്സിൽ മന്ത്രിച്ച് വിരൽ ചൂണ്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നമ്മുടെ വിശ്വാസം, അല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ദൂതനാണ് എന്നതിങ്ങനെ റിന്യൂവൽ ഓഫ് ഷഹാദ, തജ്ദീദു ഷഹാദ, പുതുക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ 2 കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ് ഇനി. അതിൽ നേരെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ താഴ്ഭാഗത്താണ് പ്രിയപ്പെട്ട പെൺകുട്ടികൾ ആദ്യം പോയിട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികൾ ആദ്യം പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. ആ സമയത്ത് ആൺകുട്ടികൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇവരവിടെ ഒന്ന് പോയി സെറ്റായതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ആൺകുട്ടികൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് തന്നെ ഒതു എടുത്ത് പെൺകുട്ടികൾ ഇവിടെ വന്ന് ഇവിടുന്ന് തന്നെയാണ്, ഈ ഹാളിൽ നിന്നാണ് പെൺകുട്ടികൾ നിസ്കരിക്കുന്നത്. ക്ലിയറായോ? ഓക്കെ. അപ്പോൾ ആ നിസ്കാരം ഏതുപോലെ ആകാൻ പാടില്ല. ആ നിസ്കാരം മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത നിസ്കാരം വരെയുള്ള ആ സാധനങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ആ അടുത്ത നിസ്കാരം വരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി പ്ലാൻ ചെയ്യണം. ഇതേ സമയത്ത് ആൺകുട്ടികളിവിടെ ഇരിക്കണം. അഫിയെ, ആൺകുട്ടികളിവിടെ ഇരിക്കണം. എന്നിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട സാധനം, നമ്മൾ നിസ്കരിക്കാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പോകുന്നത് തൊട്ടടുത്ത പള്ളിയിലാണ്. പള്ളിയിൽ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന് അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക് എന്ന് പറഞ്ഞ, പടച്ചോനെ കാരുണ്യത്തിൻ്റെ കവാടം നീ എനിക്ക് തുറന്നു തരണേ എന്ന് പറഞ്ഞ് നമ്മൾ കയറണം. ഒന്ന്. രണ്ടാമത്തത്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡിസോർഡർ ആകരുത്. ഒരു പള്ളിയിൽ പാലിക്കേണ്ട മര്യാദ, അവിടെ ജമാഅത്താണെങ്കിൽ ജമാഅത്ത് ചേരുക, ഇനി അതല്ല ജമാഅത്തിന് സമയമുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, അതും ആസ്വദിച്ച് നിസ്കരിക്കുക. നിങ്ങളൊപ്പമുള്ള കൂട്ടുകാരന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ, ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറൊരുത്തൻ അവനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ നല്ല കൂട്ടുകാരനല്ല.
പിശാചിൻ്റെ കൂട്ടുകെട്ടായിരിക്കും അത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? നമുക്കങ്ങനെ ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടുന്നതാകണം എന്ന തിരിച്ചറിവിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ട് നമ്മൾ വളരണം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളൊരു ആ പള്ളിയിൽ പോയാലും ആ മര്യാദ പാലിക്കണം. സമയത്ത് തന്നെ നമ്മളിങ്ങോട്ട് വരികയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കൾ നന്നായി ശ്രദ്ധിച്ചു. 5 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. അതിന് ക്ഷമാപണം ചോദിച്ച് അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി